പത്തരമാറ്റിൻ്റെ കിടിലൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ആദർശ് അനന്തപുരിയുടെ പടികൾ ഇറങ്ങുകയാണ്. അത് താങ്ങാനാവാതെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് നയന മുറിയിലോട്ട് ഓടിപ്പോവുകയാണ്. അതേ സമയത്താണെങ്കിൽ മുത്തശ്ശിയെ കരഞ്ഞോട് മുത്തശ്ശൻ്റെ അടുക്കിലേക്ക് വന്നിട്ട് പറയുന്നുണ്ട്, അങ്ങനെ നമ്മുടെ നെടുന്തൂണായ ആദർശ് മോൻ ഇവിടെ നിന്ന് പടിയിറങ്ങി കഴിഞ്ഞു. ഈ വീടിൻ്റെ താങ്ങും തണലുമായിരുന്നു അവൻ. ഇനി ആരാണ്? ആ ഒരു ചിന്ത പോലും നിങ്ങൾക്കില്ലല്ലോ. ഇത്രയും കാലം അവനായിരുന്നല്ലോ നമ്മുടെ ആശ്വാസം. ആ ഒരു ചിന്ത പോലും നിങ്ങൾക്കില്ലല്ലോ. എന്നിട്ടാണോ ഇത്രയും ഒക്കെ അവൻ ഇറങ്ങാൻ നിന്നിട്ടും നിങ്ങളൊരു വാക്ക് പോലും പറയാത്തത് എന്നൊക്കെ ഇങ്ങനെ മുത്തശ്ശി പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് മുത്തശ്ശൻ ചൂടായിട്ട് പറയുന്നുണ്ട്, അത് അവനായിട്ട് എടുത്ത തീരുമാനമല്ലേ, അല്ലാതെ ഞാൻ അവനോട് ഇറങ്ങി പോകാനൊന്നും പറഞ്ഞിട്ടില്ലല്ലോ എന്നൊക്കെ പറയുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, അവൻ അധികാരമൊക്കെ ഒഴിഞ്ഞ് കഴിഞ്ഞു, അവൻ അതിൽ നിന്നൊക്കെ മാറി, പക്ഷേ ഈ വീട്ടിൽ നിന്ന് തന്നെ പോവേണ്ടായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ ഇത് പറഞ്ഞ തന്നെ വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തിനാ? അത് അവനല്ലേ തീരുമാനിക്കേണ്ടത്, പോകണോ പോകണ്ടേ എന്നുള്ളത്. ഞാൻ എന്തായാലും ആരെയും ഇറക്കി വിട്ടിട്ടില്ല, സ്വന്തം ഇഷ്ടപ്രകാരം പോയതല്ലേ, അതിനെക്കൊണ്ട് ഞാൻ വിളിക്കേണ്ട കാര്യമൊന്നുമില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. എന്നിട്ട് ഇനി ഒരക്ഷരം ഇതിനെപ്പറ്റി മിണ്ടി പോകരുത് എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ട് മുത്തശ്ശൻ ചൂടാവുന്നുണ്ട്. അങ്ങനെ ആ ഒരു ചൂടാവുന്നതിൽ മുത്തശ്ശി പേടിച്ച് നിൽക്കുകയാണ്. ആ ഒരു സമയത്താണ് നമ്മുടെ നയനയ്ക്ക് വേദന കൊണ്ട് പുളയുന്നത്. വയറിനകത്താകെ വേദനയും അസ്വസ്ഥതയും വന്ന് നിൽക്കുകയാണ്. ഇത് കണ്ടുകൊണ്ടാണ് ദേവയാനി അങ്ങോട്ടേക്ക് വരുന്നത്. ആ സമയത്ത് നയന വേദന കൊണ്ട് താഴെ വീണിരുന്നു. അങ്ങനെ ദേവയാനി ഓടി വന്ന് സങ്കടത്തോടു കൂടി പേടിച്ചുകൊണ്ട് നയനയെ പിടിച്ച് എഴുന്നേൽപ്പിക്കുകയാണ്. എന്നിട്ട് എന്താ പറ്റിയത് മോളെ, എന്താ നീ നിലത്തിരിക്കുന്നത്, സങ്കടം സഹിക്കാനാവാതെ ആണോ, നീ എന്തിനാ ഇങ്ങനെ വയറ് പിടിച്ച് കരയുന്നത്, എന്തെങ്കിലും മോൾക്ക് വയ്യായിക ഉണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ എന്താണെന്നറിയില്ല, എനിക്ക് വയറിന് വല്ലാത്ത അസ്വസ്ഥത, വേദനിക്കുന്നുണ്ട്, എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ അത് ടെൻഷൻ ഉണ്ടാവും മോളെ എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ആ സമയത്ത് ടെൻഷൻ ഉണ്ടെങ്കിലും ഇതുപോലുള്ളൊരു വേദന എനിക്ക് ഇങ്ങനെ വയറിൻ്റെ ഉള്ളിൽ നിന്ന് വല്ലാണ്ട് വേദനയുണ്ട്, എനിക്കത് ഫീൽ ചെയ്യുന്നുണ്ട്, എൻ്റെ കുഞ്ഞിന് എന്തെങ്കിലും സംഭവിക്കുമോ എന്നൊക്കെ ചോദിച്ചിട്ട് ഞാൻ വീണ്ടും കരയുകയാണ്. ആ സമയത്ത് നയനയെ പതുക്കെ ബെഡിലേക്ക് കിടത്തിയിട്ട് മുത്തശ്ശൻ്റെ അടുക്കലേക്ക് ഓടുകയാണ് ദേവയാനി. എന്നിട്ട് പറയുന്നുണ്ട്, അച്ഛാ മോൾക്ക് തീരെ സുഖമില്ല, അവൾ വേദന കൊണ്ട് പുളയുകയാണ്, എന്താ സംഭവിച്ചത് അറിയില്ല എന്നൊക്കെ പറയുന്ന സമയത്ത് മുത്തശ്ശി പറയുന്നുണ്ട്, മോൾക്ക് എന്ത് പറ്റിയതാ, ഞാൻ അപ്പോഴേ പറഞ്ഞതാണ്, അമ്മ കരഞ്ഞാൽ കുഞ്ഞിനത് കേടാണ്, കുഞ്ഞും കരയുമെന്ന്, കുഞ്ഞിനത് പ്രശ്നമാവും എന്നുള്ളത്, എന്നിട്ട് പാറ പോലെ ഇരിക്കുകയല്ലായിരുന്നു ഇദ്ദേഹം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് ദേവയാനി പറയുന്നുണ്ട്, അച്ഛൻ്റെ ഒരു കാരണം കൊണ്ടാണ് ഇപ്പോൾ നയനമോൾക്ക് ഈ ഒരു ഇത് വന്നത്, അച്ഛനൊരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ ആദർശ് ഇവിടെ നിന്നേനെ, കുഞ്ഞിന് ഒന്നും സംഭവിക്കത്തില്ലായിരുന്നു, ഇപ്പോൾ നമ്മുടെ കുഞ്ഞിന് എന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ള ഒരു പേടിയുണ്ട്, കാരണം നയനയ്ക്ക് തീരെ വയ്യ, അവൾ വയറ് പിടിച്ചാണ് കരയുന്നത്, വല്ലാതെ അസ്വസ്ഥതയാണ്, ആ കുഞ്ഞിന് എന്തെങ്കിലും സംഭവിക്കുമോ, എനിക്കാകെ പേടിയാകുന്നു, കാരണം നമ്മളൊക്കെ ഇത്രയും കാലം കാത്തിരുന്നത് ആദർശിൻ്റെ ഒരു കുഞ്ഞിന് വേണ്ടിയിട്ടായിരുന്നു, അച്ഛന് ഇനി അതും കാണണമെന്നില്ലാതായോ ആദർശ് ചെയ്തതിൽ, ഇനി ആ കുഞ്ഞിനോടും അച്ഛന് ദേഷ്യമായോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ആകെ മുത്തശ്ശനാകെ ആ ഒരു വാക്ക് കേട്ടിട്ട് ആകെ വേദനിച്ചുകൊണ്ട് ദേവയാനിയുടെ മുഖത്തോട്ട് നോക്കുന്നുണ്ട്. എന്നിട്ട് പറഞ്ഞു പോയതാണ് അച്ഛാ, കാരണം കുഞ്ഞിൻ്റെ ഒരു ഇതെങ്കിലും നോക്കിയിട്ട് അച്ഛൻ ആദർശിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമെടുത്ത് ആദർശിനെ ഇങ്ങോട്ട് വിളിക്കേണ്ടതായിരുന്നു. നമ്മൾ അഭിയുടെ കാര്യത്തിൽ നമ്മൾ നയനയോട് പറയാതിരുന്നത് നയനയുടെ ജീവിതവും കുഞ്ഞിൻ്റെ കാര്യവും ഒക്കെ ആലോചിച്ചാണ്. ആ ഒരു പരിഗണന എന്താ നയനയുടെയും ആദർശിൻ്റെയും കാര്യത്തിൽ അച്ഛൻ കാണിക്കാതിരുന്നത് എന്നൊക്കെ ഇങ്ങനെ വല്ലാണ്ട് ദേവയാനി ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. എന്നിട്ട് ഞാനെന്തായാലും ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവാണ്, ആദർശില്ല എന്ന് കരുതിയിട്ട് നയനയെ ഇങ്ങനെ വേദനിപ്പിക്കാൻ ഒന്നും പറ്റില്ലല്ലോ, എന്നിട്ട് ഞാൻ ജേട്ടനും കൂട്ടി ഹോസ്പിറ്റലിലേക്ക് പോകാൻ പോവുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ദേവയാനി ചൂടായിട്ട് അവിടെ നിന്ന് പോവുകയാണ്. അപ്പോൾ ആ സമയത്ത് മുത്തശ്ശി പറയുന്നുണ്ട്, ദേവയാനി ഇതുവരെ നമ്മളോട് ഇങ്ങനെ സംസാരിച്ചിട്ടില്ല, പ്രത്യേകിച്ച് നിങ്ങളോട് അവൾക്ക് വല്ലാണ്ട് വേദനിച്ചിട്ടുണ്ട്, കാരണം അവൾ നിങ്ങളൊന്ന് ആദർശനോട് പോവേണ്ടെന്ന് പറയുമെന്ന്, നയനെയോ കുഞ്ഞിനെയും ഓർത്ത് പോകണ്ട എന്ന് പറയുമെന്ന് കരുതിയിട്ടുണ്ടായിരുന്നു, പക്ഷേ അത് സംഭവിച്ചില്ല, അതിൻ്റെ അമർഷമാണ്, ദേഷ്യവും ആ ഒരു സങ്കടം കൊണ്ട് പറഞ്ഞതാണ്, ഏതായാലും മോൾക്ക് കുഞ്ഞിനൊന്നും സംഭവിക്കാതിരിക്കട്ടെ, ഹോസ്പിറ്റലിൽ പോയി തിരിച്ചു വന്നാലേ ഇനി സമാധാനം ഉണ്ടാവുകയുള്ളൂ എന്നൊക്കെ ഇങ്ങനെ മുത്തശ്ശി പറയുന്നുണ്ട്. നയനയുടെ ആ ഒരു അവസ്ഥയിൽ മുത്തശ്ശനും സങ്കടം തോന്നുകയാണ്.